നമസ്കാരം. ഇറാൻ ഡ്രോണുകൾ അമേരിക്ക കത്തിച്ചു. പെന്റഗൺ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈലുകൾ. ഹോർമൂസിൽ സംഘർഷ സാഹചര്യം ഉണ്ടാകുന്നു. ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ട് എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നു. റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്ന പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നതാണ്. ഹോർമൂസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ അവകാശവാദം വന്നപ്പോൾ തന്നെ അതിന് പിന്നാലെ തിരിച്ചടി എന്നോണം ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്ന കരാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇറാനുമേൽ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് പുതിയ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് നടപടി എന്നാണ് US സെൻട്രൽ കമാൻഡ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഭാവിയിലെ ആക്രമണങ്ങളെ ചെറുക്കാനാണ് കടലിടുക്കിലെ ഒരു ദ്വീപ്, ആ ദ്വീപ് ഉൾപ്പെടെയുള്ള റഡാർ കേന്ദ്രങ്ങൾ തകർത്തത് എന്നുകൂടി അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നു. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ പ്രധാന പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിന് പിന്നാലെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുവാൻ കാരണമായിട്ടുണ്ട്. മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഈ ആഴ്ച ആദ്യം കുവൈറ്റിലെ പ്രധാന വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം വെടിനിർത്തൽ തകരുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇറാനിലെ സാഹചര്യം സുഗമമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ട്രംപ് പലപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ US സമാധാന ചർച്ചകൾ കടുത്ത പ്രതിസന്ധിയിലെന്ന് ഇറാൻ അടക്കം വ്യക്തമാക്കുകയാണ്. ഇറാൻ ചർച്ചകൾ വഴിമുട്ടിയെന്നും യുദ്ധം വ്യാപിപ്പിക്കുവാൻ മടിക്കില്ല എന്നുമൊക്കെ ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള മുസ്തഫ ഖമേനിയുടെ ഉപദേഷ്ടാവ് മൊഹസിൻ റിയാസി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഇറാൻ അമേരിക്ക ചർച്ച എന്ന് പറയപ്പെടുന്ന കടുത്ത പ്രതിസന്ധിയിലെത്തുന്നു. സംഘർഷം വ്യാപിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കറുത്ത കാലം വരുമെന്നും ഖമേനിയുടെ ഉപദേഷ്ടാവ് പറഞ്ഞു വെക്കുമ്പോൾ അതിനർത്ഥം കാലം മാറുന്നു, ഒപ്പം തന്നെ ഈ ട്രംപിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾ അതിശക്തമായി നടത്താൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ്. അപ്പോൾ ചർച്ചയോ ധാരണയോ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ പോയാൽ യുദ്ധം വ്യാപിപ്പിക്കുവാൻ മടിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ അടക്കം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ചർച്ചകളൊക്കെ വഴിമുട്ടാൻ കാരണം ട്രംപും അമേരിക്കയുമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമേനിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ചർച്ച ഈ സാഹചര്യത്തിൽ നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പന്ത് ട്രംപിന്റെ കോർട്ടിലാണ് എന്നും മാത്രമല്ല, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യണമോ വേണ്ടയോ, സമാധാന ചർച്ചകൾ വേണമോ ഒക്കെ തീരുമാനിക്കാനുള്ള അവകാശം ട്രംപിൽ നിക്ഷിപ്തമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമേനിയുമായിട്ട് ഭാവിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലവട്ടം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ തന്നെ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുവാനും പുതിയൊരു കരാറിലെത്താനുമുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വീണ്ടും വന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായിട്ട് തുടരുന്നതിനിടയിൽ ഇറാന്റെ ഇടപെടലുകളെ കടുത്ത ഭാഷയിൽ തള്ളിക്കൊണ്ട് ലെബനൻ സർക്കാരും രംഗത്തെത്തിയിരിക്കുകയാണ്. ലെബനന്റെ ആഭ്യന്തര കാര്യങ്ങളിലും നയതന്ത്ര നിലപാടുകളിലും ഇറാൻ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് അവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെ വെച്ച് മറ്റു രാജ്യങ്ങളുമായി വിലപേശാൻ ആരെയും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ സർക്കാർ അനാവശ്യ ഇടപെടലുകൾ നടത്തരുത് എന്നുകൂടി ലെബനനിലെ സായുധ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടെ നിലവിലെ സമാധാന കരാർ ഈ ലെബനൻ ജനത പൂർണ്ണമായിട്ട് തള്ളിക്കളയുമെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപനം നടത്തി. അതേസമയം മേഖലയിലെ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലും ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം, ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധി, ഇനിയും ഇതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലോകം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിസന്ധി തുടർന്നാൽ ആഗോള വിപണിയിൽ എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന് പ്രമുഖ അന്താരാഷ്ട്ര എണ്ണ കമ്പനികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിനിടെ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ് US പ്രസിഡന്റ് നൽകുന്ന ഒരു സാഹചര്യവും എത്തിയിരുന്നു. നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് കടക്കുവാനുള്ള തന്റെ ഒരു ശ്രമമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇറാൻ തങ്ങളുടെ സൈനികരെ ലക്ഷ്യമിടുകയും ഏതെങ്കിലും US സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നിമിഷം യുദ്ധം ആരംഭിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. അപ്പോൾ ഇവിടെ ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയേക്കുമെന്നുള്ള സ്വപ്നങ്ങൾ കണ്ടിരുന്ന ട്രംപിനും ഇറാനും പക്ഷേ അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുൻപുണ്ടായ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളിലൊക്കെ ഇറാന്റെ സേനയെ തകർത്തു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന ട്രംപ് പക്ഷേ തങ്ങളുടെ ശേഷി കുറയുന്നതിനെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇറാൻ ഡ്രോണുകൾ അമേരിക്ക കത്തിച്ച് ചാമ്പലാക്കുകയും ആകാശ യുദ്ധം നടത്തുകയും ചെയ്യുമ്പോഴും പെന്റഗണിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ തൊടുത്തുവിടുന്ന സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തിച്ചേരുകയാണെന്ന് ചിന്തിക്കുക. മാത്രമല്ല വാഷിംഗ്ടണിനെയും പെന്റഗണിനെയൊക്കെ തകർക്കുവാനുള്ള ഒരു ശേഷി ഇന്ന് ഇറാന്റെ പക്കലുള്ള ഡ്രോണുകൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇറാനും എത്തിച്ചേരുന്നു. അതായത് ഇറാന്റെ ഡ്രോണുകളെ അമേരിക്ക കത്തിച്ച് ചാമ്പലാക്കുന്നതിന് പകരമായിട്ട് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് പെന്റഗണെയാണ്. 5th ആനന്ദ് ടിവി ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.